വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ബനാസക്കാല്. ആദ്യമായിട്ട് എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് HSC നാച്ചുറൽ സയൻസിന്റെ ഒരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് HSC നാച്ചുറൽ സയൻസിലെ എക്സാമിനേഷൻ നടന്ന ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, അതിന്റെ പോസിറ്റീവ് ഓർഗാനിസംസ് ഒക്കെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇന്നാണ് നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ് രോഗപ്രതിരോധ ശേഷി? നോക്കാം. പകർച്ചവ്യാധികൾക്ക് കാരണമായ രോഗകാരികൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിരുന്നാലും ഇവയിൽ ചിലത് മാത്രമേ രോഗത്തിന് കാരണമാകുകയുള്ളൂ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ധാരാളം പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന രോഗകാരികളുണ്ട്. എന്നാൽ ഇവയ്ക്ക് എല്ലാത്തിനും രോഗത്തിന് കാരണമാകാൻ സാധ്യമല്ല. മിക്കവാറും എല്ലാ അന്യവസ്തുക്കളെയും പ്രതിരോധിക്കുന്ന കഴിവ് നമ്മുടെ ശരീരത്തിന് ഉണ്ട്. രോഗകാരികളായ ജീവികളെ ചെറുത്തു നിൽക്കുവാനുള്ള ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? രോഗകാരികളായ ജീവികളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് എന്തെന്ന് വിളിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ രോഗകാരികളായ ജീവികളെ നമ്മുടെ ശരീരത്തിന് ചെറുത്തു നിൽക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ. അപ്പൊ അതിന് രോഗപ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത്തരം സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന്റെ ആകെത്തുകയാണ് എന്ത് വിളിക്കുന്നത്? ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്താണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? രോഗകാരികളായ ജീവികളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണത്? സ്വാഭാവിക പ്രതിരോധ ശേഷിയും ആർജിത പ്രതിരോധ ശേഷിയും. അപ്പൊ എന്താണ്? രണ്ട് തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയുണ്ട്. ഒന്ന് സ്വാഭാവിക പ്രതിരോധ ശേഷിയും അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും, അടുത്ത ആർജിത പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുമാണ്. അപ്പൊ എന്താണ് സ്വാഭാവിക പ്രതിരോധ ശേഷി? നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാം. സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്? അപ്പൊ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഓർത്തു പോകാം. അതായത് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ എഡ്വേർഡ് ജെന്നർ ആണ് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കി വെക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ കുറിച്ച് മനസ്സിലാക്കി. അതെന്താണ് സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ? ജന്മനാ തന്നെ നിലവിലുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനം വ്യത്യസ്ത മാർഗങ്ങളുടെ അന്യവസ്തുക്കളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പൊ എന്താണ്? ജന്മനാ തന്നെ നിലവിലുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനം വ്യത്യസ്ത മാർഗങ്ങളുടെ അന്യവസ്തു ശരീരത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ജന്മനാ തന്നെ ചില സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ജന്മനാ നിലനിൽക്കുന്ന ഈ സ്വാഭാവിക പ്രതിരോധ സംവിധാനം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ശരീരത്തിലേക്ക് കടക്കുന്ന അന്യവസ്തുക്കളെ അന്യവസ്തുക്കൾ ശരീരത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. ഇത്തരത്തില് സ്വാഭാവിക പ്രതിരോധത്തിൽ 4 തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ആ ജന്മനാ തന്നെ നിലവിലുള്ളതാണ് അല്ലെ. ജന്മനാ തന്നെ നിലവിലുള്ള സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ്. ഇത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് അന്യവസ്തുക്കൾ പ്രവേശിക്കുന്നത് തടയുന്നു. ഇനി സ്വാഭാവിക പ്രതിരോധം എടുക്കുകയാണെങ്കിൽ അതിന് 4 തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. സ്വാഭാവിക പ്രതിരോധത്തിൽ എങ്കിൽ ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയില് 4 പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ 4 ബാരിയേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് 4 ബാരിയേഴ്സ് നോക്കാം. അപ്പൊ നമ്മള് എന്താണ് മനസ്സിലാക്കിയത്? സ്വാഭാവിക പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ജന്മനാ നിലവിലുള്ള ആണ് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ജന്മനാ തന്നെ നിലവിലുള്ളതാണെങ്കിൽ അത് പാരന്റ്സ് നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ എന്താണ് അത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലേക്ക് ലഭിക്കുന്ന ഒരു പ്രതിരോധ ശേഷിയാണ് ജന്മനാ തന്നെ ലഭിക്കുന്ന പ്രതിരോധ ശേഷി, സ്വാഭാവിക പ്രതിരോധ ശേഷി കൂടെ ഓർത്തു വയ്ക്കും. ഇനി എന്താണ് നമ്മൾ പറഞ്ഞു ഈ സ്വാഭാവിക പ്രതിരോധ ശേഷിയിൽ പ്രതിരോധത്തിൽ എടുക്കുകയാണെങ്കിൽ അത് സ്വാഭാവിക പ്രതിരോധത്തിൽ 4 തരത്തിൽ പ്രതിബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ പ്രതിബന്ധങ്ങൾ നോക്കാം. ഒന്ന് ഭൗതിക പ്രതിബന്ധങ്ങൾ. എന്താണ്? ഭൗതിക പ്രതിബന്ധങ്ങൾ. 2 ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. എന്താണ്? ഭൗതിക പ്രതിബന്ധങ്ങൾ. 2 ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. അടുത്ത കോശകീയ പ്രതിബന്ധങ്ങൾ. അതുപോലെ സൈറ്റോകൈനിൻ പ്രതിബന്ധങ്ങൾ. എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഭൗതിക പ്രതിബന്ധങ്ങൾ. അത് എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ്.
ഇനി ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ എന്താണ്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അടുത്തത് കോശകീയ പ്രതിബന്ധങ്ങൾ അല്ലെ, സെല്ലുലാർ ബാരിയേഴ്സ്. അടുത്ത എന്താണ്? സൈറ്റോകൈനിൻ പ്രതിബന്ധങ്ങൾ, സൈറ്റോകൈനിൻ ബാരിയേഴ്സ്. അപ്പൊ ഇത്രയും ബാരിയേഴ്സ്, ഇത്രയും പ്രതിബന്ധങ്ങൾ എവിടെ ഉൾപ്പെട്ടിരിക്കുന്നു? സ്വാഭാവിക പ്രതിരോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവിക പ്രതിരോധത്തിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ഓഫ്സ്പ്രിങ്സിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി സ്വാഭാവിക പ്രതിരോധത്തിൽ നിന്നാണ് ജന്മനാ തന്നെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രതിരോധ സംവിധാനമാണ്. അത് വ്യത്യസ്ത മാർഗങ്ങളോട് ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന അന്യ വസ്തുക്കളെ ശരീരത്തിലേക്ക് കടക്കുന്നത് തടയുന്നു. അപ്പൊ അതിന് 4 പ്രതിബന്ധങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. ഏതാണ് ആ പ്രതിബന്ധങ്ങൾ നോക്കാം. ഒന്ന് ഭൗതിക പ്രതിബന്ധങ്ങൾ, ഫിസിക്കൽ ബാരിയേഴ്സ്. എന്തൊക്കെയാണ് ഭൗതിക പ്രതിബന്ധങ്ങൾ? സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ തടയുന്ന പ്രധാന പ്രതിബന്ധമായി ത്വക്ക് വർദ്ധിക്കും. അപ്പൊ ഇവിടെ ഫിസിക്കൽ ബാരിയേഴ്സിൽ നമ്മുടെ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന തടയുന്ന പ്രധാനമായിട്ട് ഒരു പ്രതിബന്ധമായിട്ട് ആര് ആണ് ആക്ട് ചെയ്യുന്നത്? ത്വക്ക് അല്ലെ, സ്കിൻ. അപ്പൊ സ്കിന്ന് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ബാരിയർ ആണ്. അപ്പൊ സ്കിന്ന്, ത്വക്ക് സൂക്ഷ്മജീവികൾ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നതിന് ഒരു ബാരിയറായിട്ട്, ഒരു പ്രതിബന്ധമായിട്ട് വർത്തിക്കുന്നു. ഇനി അടുത്ത് ശ്വാസനാളം, അതിൽ ആമാശയ കുടൽനാളം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, മൂത്ര പ്രജനന പദം അല്ലെങ്കിൽ യൂറോജെനിറ്റൽ ട്രാക്ട് എന്നിവ ആവരണം ചെയ്തിരിക്കുന്ന ആവരണകലയിലെ ശ്ലേഷ്മപാളിയും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച സൂക്ഷ്മജീവികളെ കെണിയിൽപ്പെടുത്തുവാൻ സഹായിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികള് ശരീരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ അവയെ കെണിയിൽപ്പെടുത്തുന്നതിന് എന്തൊക്കെ സഹായിക്കുന്നു? ഈ പറഞ്ഞ ശ്വാസനാളത്തിലെയും ആമാശയ കുടൽനാളത്തിലെയും അത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലെയും മൂത്രപ്രജനപഥത്തിലെയും യൂറോജെനിറ്റൽ ട്രാക്റ്റിലെയും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആവരണകളിലെ ശ്ലേഷ്മപാളികളാണ് ശരീരത്തിലേക്ക് കടക്കുന്ന സൂക്ഷ്മജീവികളെ കെണിയിൽപ്പെടുത്താൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചതാണ് എന്താണ്? സ്വാഭാവിക പ്രതിരോധശേഷി അല്ലെ, സ്വാഭാവിക പ്രതിരോധത്തിൽ ബന്ധപ്പെട്ടാണ് ഈ 4 പ്രതിബന്ധങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നെന്താണ്? ഭൗതിക പ്രതിബന്ധങ്ങൾ. ആ ഭൗതിക പ്രതിബന്ധങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കുന്ന അന്യജീവികളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്ന പ്രധാന ഒരു ഘടകമായിട്ട് ആര് ആക്ട് ചെയ്യുന്നത്? ത്വക്ക് വർത്തിക്കുന്നു മനസ്സിലാക്കി. 2, ഇതോടൊപ്പം തന്നെ എന്താണ്? ശ്വാസനാളം, അതുപോലെ എന്താണ്? ആമാശയ കുടൽനാളം, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, പിന്നെ എന്താണ്? മൂത്ര പ്രജനന പദം, യൂറോജെനിറ്റൽ ട്രാക്ട്, ഇവയെല്ലാം ആവരണം ചെയ്തിരിക്കുന്ന ശ്ലേഷ്മപാളിയുണ്ട്. ആവരണകലയിലെ ശ്ലേഷ്മപാളി എന്തായിട്ട് വർത്തിക്കുന്നു? ഈ പറഞ്ഞ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന സൂക്ഷ്മജീവിയെ കെണിയിൽപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പൊ അതാണ് ഫിസിക്കൽ ബാരിയേഴ്സ് മനസ്സിലാക്കുക. അപ്പൊ ശ്ലേഷ്മപാളി അതാണ് ഫിസിക്കൽ ബാരിയേഴ്സിൽ. ഒന്ന്, ത്വക്കിനെ കുറിച്ച് മനസ്സിലാക്കി. 2, എന്താണ്? ഈ പറയുന്ന ശ്വാസനാളം, ആമാശയ കുടൽനാളം, അതുപോലെ എന്താണ്? യൂറോജെനിറ്റൽ ട്രാക്റ്റിലെ മൂത്ര പ്രജനന പദം, ഇവയുടെ കവർ ചെയ്തിരിക്കുന്ന ആവരണകലയിലെ ശ്ലേഷ്മപാളി എന്തായിട്ട് വർത്തിക്കുന്നു? ഈ പറയുന്ന ഫിസിക്കൽ ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്ന ഭൗതിക പ്രതിബന്ധമായിട്ട് വർത്തിക്കുന്നു. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഏതൊക്കെയാണത്? ഉമിനീര്, കണ്ണുനീര്, ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവ സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. അപ്പൊ എന്താണ്? ഈ സ്വാഭാവിക പ്രതിരോധത്തിൽ വരുന്ന രണ്ടാമത്തെ പ്രതിബന്ധം ഏതാണ്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. ഏതൊക്കെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ? ഉമിനീര് അല്ലെ, ഉമിനീര്, കണ്ണുനീര്, അതുപോലെ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവയെല്ലാം സൂക്ഷ്മജീവികളുടെ വളർച്ച എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നവയാണ്. അപ്പൊ അത് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. മനസ്സിലായി? സൂക്ഷ്മജീവികളുടെ പ്രതിബന്ധങ്ങളാണ് പറയുന്നത്. ഒന്ന് ഭൗതിക പ്രതിബന്ധങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി, ത്വക്ക്, അതുപോലെ എന്താണ്? ശ്വാസനാളം, ആമാശയ കുടൽനാളം, അതുപോലെ തന്നെ മൂത്രപ്രജനന പദം അല്ലെ, അതിനെല്ലാം ആവരണം ചെയ്തിരിക്കുന്ന ആവരണത്തിലെ ശ്ലേഷ്മപാളി. ഇതാണ് നമ്മൾ ഭൗതിക പ്രതിബന്ധത്തിൽ പഠിച്ചത്. അടുത്ത എന്താ പഠിക്കുന്നത്? ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ. ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ ഏതൊക്കെ വരുന്നുണ്ട്? ഉമിനീര് അല്ലെ, കണ്ണുനീര്, അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. അടുത്തത് കോശകീയ പ്രതിബന്ധങ്ങൾ. എന്താണ് കോശകീയ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്? സെല്ലുലാർ ബാരിയേഴ്സ് അല്ലെ, സെല്ലുലാർ ബാരിയേഴ്സ്. അപ്പൊ നോക്കെ, ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിലുകൾ അല്ലെങ്കിൽ PMNL, അതായത് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ് എന്നാണ്. ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിലുകൾ, അത് ശ്വേതരക്താണു ന്യൂട്രോഫിലുകളിൽ പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. മോണോസൈറ്റുകള്, പിന്നെ രക്തത്തിലെ സ്വാഭാവിക കൊലയാളി കോശങ്ങളായ ചിലതരം ലിംഫോസൈറ്റുകൾ, കലകളിലെ മാക്രോഫേജുകൾ എന്നിവ സൂക്ഷ്മ രോഗാണുക്കളെ വിഴിഞ്ഞു നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ മനസ്സിലായോ? കോശകീയ പ്രതിബന്ധം, കോശം എങ്കിൽ സെല്ല് എങ്ങനെയാണ് പ്രതിബന്ധമായിട്ട് വർത്തിക്കുന്നതാണ് മനസ്സിലാക്കിയത്. അതാണ് കോശകീയ പ്രതിബന്ധങ്ങൾ, സെല്ലാർ ബാരിയേഴ്സ്. അപ്പൊ ഒരു ശരീരത്തിലേക്ക്
സൂക്ഷ്മജീവികളെ കടന്നു ചെല്ലുകയാണ്. എത്തരത്തിലാണ് അവിടുത്തെ സെല്ലുകൾ, ഏതൊക്കെ സെല്ലുകളാണ് അവിടെ അത്തരത്തിൽ ആക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ്? ശ്വേത രക്താണുക്കളാണ് അല്ലെ. ശ്വേത രക്താണുക്കളായ ന്യൂട്രോഫിലുകൾ, വൈബ്രന്റ് സെൽസുകളായ ന്യൂട്രോഫിലുകൾ, അതിൽ തന്നെ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റുകൾ അല്ലെ. പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റുകൾ അല്ലെ. അതായത് PMNL, അത് ഏതാണ്? ശ്വേത രക്താണുക്കളായ ന്യൂട്രോഫിലുകളാണ്. അപ്പൊ അവര് അതും പിന്നെ മോണോസൈറ്റുകൾ, അതുപോലെ തന്നെയാണ് സ്വാഭാവിക രക്തത്തിലെ സ്വാഭാവിക കൊലയാളി എന്നറിയപ്പെടുന്ന കോശങ്ങളായ ഏതാണ്? ചില ലിംഫോസൈറ്റുകൾ, അതോടൊപ്പം തന്നെ കലകളെ മാക്രോഫേജുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? സൂക്ഷ്മജീവികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രക്രിയയാണ് അവിടെ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പൊ സെല്ലാർ ബാരിയേഴ്സിൽ കോശകീയ പ്രതിബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നു മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയാണ്? ശ്വേത രക്താണുക്കളെ ആലോചിക്കുക അല്ലെ. ശ്വേത രക്താണുക്കളാണ് സെല്ലാർ ബാരിയേഴ്സ് പ്രധാനമായി ഓർക്കുന്നത്. ശ്വേത രക്താണുക്കളെ ന്യൂട്രോഫിലുകൾ അല്ലെങ്കിൽ പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റുകളാണ് അല്ലെ. ശ്വേത രക്താണു ന്യൂട്രോഫിലുകൾ, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റുകൾ. പിന്നെ പഠിച്ചത് മോണോസൈറ്റുകൾ, അതുപോലെ രക്തത്തിലെ സ്വാഭാവിക കൊലയാളികൾ എന്നറിയപ്പെടുന്ന ചിലതരം ലിംഫോസൈറ്റുകൾ, അതുപോലെ ഈ പറയുന്ന കലകളിലെ മാക്രോഫേജുകൾ. ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സൂക്ഷ്മജീവികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതാണ് കോശകീയ പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ സൈറ്റോകൈനിൻ പ്രതിബന്ധങ്ങൾ അല്ലെ. സൈറ്റോകൈനിൻ ബാലൻസ്, അവിടെ എന്താണ് സൈറ്റോകൈനിൻ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്? ഇവിടെ ആലോചിക്കാം, മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. വൈറസ് ബാധിച്ച കോശങ്ങൾ സ്രവിക്കുന്ന മാംസ്യങ്ങളായ ഇന്റർഫെറോണുകൾ പിന്നീട് വൈറസ് അണുബാധയിൽ നിന്ന് വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കും. എന്താണ് സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ എന്ന? സൈറ്റോകൈൻ ബാലൻസിന് ഇത്രയാണ്: ഒരു കോശത്തിൽ വൈറസ് ബാധിച്ചുവെങ്കിൽ ആ വൈറസ് ബാധിച്ച കോശങ്ങൾ ചില മാംസ്യങ്ങളായ ഇന്റർഫെറോണുകളെ സ്രവിക്കുന്നു. മാംസ്യങ്ങൾ, പ്രോട്ടീൻസ് ആയ ചില ഇന്റർഫെറോൺസിനെ സ്രവിക്കുന്നു. പിന്നീട് വൈറസ് അണുബാധയിൽ നിന്നും വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കും. അപ്പൊ ഈ വൈറസ് ബാധിച്ച കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്റർഫെറോൺസുകളെ സ്രവിക്കുന്നു. ആ ഇന്റർഫെറോൺസുകൾ വൈറസ് ബാധയിൽ നിന്നും വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ. അപ്പൊ നമ്മുടെ 3 പ്രതിബന്ധങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് 4 പ്രതിബന്ധങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കിയല്ലേ. ഏതൊക്കെയാണ് പ്രതിബന്ധങ്ങൾ? ഭൗതിക പ്രതിബന്ധങ്ങൾ, അതുപോലെ ജീവധർമ്മപരമായ പ്രതിബന്ധങ്ങൾ, കോശകീയ പ്രതിബന്ധങ്ങൾ, അതുപോലെ സൈറ്റോകൈൻ പ്രതിബന്ധങ്ങൾ. ഇതിൽ ഏതിൽ വരുന്നതാണ്? സ്വാഭാവിക പ്രതിരോധ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ് ഈ 4 പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കാം. ഇനി നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: വൈറസ് അണുബാധയെ തുടർന്ന് സസ്തനികളിൽ ഉൽപ്പാദിക്കുന്ന ആന്റിവൈറൽ ഘടകം ഏതാണെന്ന് ചോദിച്ചു അല്ലെ. എന്താണ്? സസ്തനികൾ ഉൽപ്പാദിക്കുന്ന ആന്റിവൈറൽ ഘടകം. വൈറസ് അണുബാധയെ തുടർന്ന് സസ്തനികൾ ഏത് ആന്റിവൈറൽ ഘടകമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇന്റർഫെറോണുകളാണ് കേട്ടോ. ഇവിടെ മനസ്സിലാക്കി, വൈറസ് ബാധിച്ച കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഫെറോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇന്റർഫെറോണുകൾ എന്ത് ചെയ്യുന്നു? പിന്നീട് വൈറസ് ബാധിക്കാത്ത കോശങ്ങളെ വൈറസ് ബാധയിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, കോശത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ മനസ്സിലായി. സസ്തനികളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ആന്റിവൈറൽ ഘടകം ഏതാണ്? വൈറസ് അണുബാധ ഉണ്ടാകുമ്പോൾ സസ്തനിൽ ഉത്പാദിപ്പിക്കുന്ന ആന്റിവൈറൽ ഘടകം ഏതാണ്? ഇന്റർഫെറോണുകൾ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ക്ലിയർ ആയോ? ഒരു കോശത്തില് വൈറസ് അണുബാധ ഉണ്ടായാൽ ആ കോശം, വൈറസ് അണുബാധ ബാധിച്ച കോശം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇന്റർഫെറോൺ അല്ലെങ്കിൽ അത് ഇന്റർഫെറോണുകളെ ഉത്പാദിപ്പിക്കുന്നു. അത് സ്രവിക്കുന്ന ഇന്റർഫെറോണുകളെ പിന്നീടുള്ള കോശങ്ങളെ വൈറസ് അണുബാധയിൽ നിന്നും സംരക്ഷിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അതാണ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം. അപ്പൊ എന്താണ് ചോദ്യം? വൈറസ് അണുബാധയെ തുടർന്ന് സസ്തനികൾ ഉത്പാദിക്കുന്ന ആന്റിവൈറൽ ഘടകം ഏതാണ്? വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ഘടകമാണ്. ഏതാണത്? ഇന്റർഫെറോണുകൾ. ഉത്തരം കിട്ടിയോ? അപ്പൊ ഇതാണ് ആ ചോദ്യത്തിന് ഉത്തരം. അപ്പൊ നമ്മള് എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്താണ് സ്വാഭാവിക പ്രതിരോധശേഷിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത് പഠിക്കാൻ പോകുന്നത് ആർജിത പ്രതിരോധശേഷി. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. എന്താണ് ആർജിത പ്രതിരോധശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കാം. അപ്പോ സ്വാഭാവിക പ്രതിരോധശേഷിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അതിന് 4 പ്രതിബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അതിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ആർജിത പ്രതിരോധശേഷി. എന്താണ് ആർജിത പ്രതിരോധശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി? പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ആർജിച്ചെടുത്ത പ്രതിരോധശേഷി അല്ലെ. എന്തിനെതിരെയാണ് ആ പ്രതിരോധശേഷി അല്ലെങ്കിൽ ആർജിച്ചെടുത്തത്? ആ രോഗകാരികളുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. രോഗകാരികളുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് ഉടലെടുത്ത പ്രതിരോധശേഷിയാണ് ആർജിത പ്രതിരോധശേഷി എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ആർജിത പ്രതിരോധശേഷി? ആദ്യം മനസ്സിലാക്കേണ്ടത് രോഗകാരികൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക രീതിയിലെ പ്രതിരോധശേഷിയാണ് ആർജിത പ്രതിരോധശേഷി. അപ്പൊ ആർജിത പ്രതിരോധശേഷി തന്നെ പ്രത്യേക രീതി പ്രതിരോധശേഷിയാണ്. എന്തിനനുസൃതമായിട്ടാണ്? രോഗകാരികളുടെ പ്രവർത്തനത്തിന് അനുസൃതമായിട്ടാണ് ആ പ്രതിരോധശേഷി ഉണ്ടാകുന്നത്. അപ്പൊ രോഗകാരികൾക്ക് അനുസൃതമായിട്ട് രോഗകാരികൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന പ്രത്യേക രീതിയിലുള്ള പ്രതിരോധശേഷി എന്ത് വിളിക്കുന്നു? ആർജിത പ്രതിരോധശേഷി എന്ന് വിളിക്കുന്നു.
ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിരോധശേഷിയുടെ ഈ ആർജവ പ്രതിരോധ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് രോഗകാരികളുടെ പ്രവർത്തനത്തെ ഓർമ്മിച്ചു വെക്കാനുള്ള കഴിവാണ് ഇതിന്റെ പ്രത്യേക സവിശേഷത മനസ്സിലായോ? ആർജവ പ്രതിരോധശേഷി എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? രോഗകാരികളുടെ പ്രവർത്തനത്തെ ഓർത്തു വെക്കാനുള്ള കഴിവ്. ഇനി നോക്കുക, ഇവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗകാരി കടക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയാണ്, ഏറ്റുമുട്ടൽ നടത്തുകയാണ്. അപ്പൊ അതിനെതിരെ ശരീരം ആദ്യമായിട്ട് പ്രതികരിക്കുന്നു. ശരീരത്തിന്റെ ആദ്യത്തെ പ്രതികരണത്തെയാണ് പ്രാഥമിക പ്രതികരണം, ഈ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത് അല്ലെ. ഇതിന് തീവ്രത വളരെ കുറവാണ്. അപ്പൊ ശരീരം ആദ്യമായിട്ട് രോഗകാരികൾക്കെതിരെ പ്രതികരിക്കുന്ന ആ ഒരു രോഗകാരി ഏറ്റുമുട്ടാൻ വേണ്ടി ശരീരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ശരീരം ആദ്യമായി നടത്തുന്ന പ്രതികരണമാണ് പ്രാഥമിക പ്രതികരണം, ഈ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇതിന്റെ തീവ്രത വളരെ കുറവാണ്. ഇനി ഇതേ രോഗകാരികൾ തുടർന്ന് ഏറ്റുമുട്ടും. അപ്പൊ ഈ രോഗകാരികൾ തുടർന്നും ഏറ്റുമുട്ടുമ്പോൾ ഇതിന്റെ വളരെ ശക്തമായ ഒരു പ്രതികരണം ശരീരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനെയാണ് ദ്വിതീയ പ്രതികരണം അല്ലെങ്കിൽ സെക്കൻഡറി റെസ്പോൺസ് അല്ലെങ്കിൽ അനംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ അനംനെസ്റ്റിക്, ഇതാണ് സെക്കൻഡറി അല്ലെങ്കിൽ അനംനെസ്റ്റിക് റെസ്പോൺസ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? അപ്പൊ എന്താണ് സെക്കൻഡറി അല്ലെങ്കിൽ അനംനെസ്റ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്? ദ്വിതീയ പ്രതികരണമാണ് അല്ലെ. ശരീരത്തിലേക്ക് മുൻപേ ഈ രോഗകാരികൾ പ്രവേശിച്ചിരുന്നു. അപ്പൊ പ്രാഥമിക പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. അതിനുശേഷം രണ്ടാമത് ഇതേ രോഗകാരികൾ തുടർന്ന് ഏറ്റുമുട്ടിയപ്പോൾ ശരീരത്തിൽ എന്തിനു സാധിച്ചു? ആ രോഗങ്ങളെ തിരിച്ചറിയാൻ സാധിച്ചു അല്ലെ, ഓർമ്മിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ശരീരം കൂടുതൽ തീവ്രമായിട്ട് അവയോട് ഏറ്റുമുട്ടി. അതാണ് ദ്വിതീയ പ്രതികരണം അല്ലെങ്കിൽ സെക്കൻഡറി അല്ലെങ്കിൽ അനംനെസ്റ്റിക് റെസ്പോൺസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തു എന്ത് തന്നെയാണ്? ശരീരത്തിന് രോഗകാരികൾ വേണം മുൻ ഏറ്റുമുട്ടൽ ഓർമ്മിക്കാനുള്ള കഴിവ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ തീവ്രമായിട്ട് അവയോട് ഏറ്റുമുട്ടാൻ സാധിച്ചത്. അപ്പൊ അതാണ് ദ്വിതീയ പ്രതികരണത്തിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വസ്തുത. ഇനി നോക്കുക, ഇവിടെ എങ്ങനെയാണ് പ്രാഥമിക പ്രതികരണം ദ്വിതീയ പ്രതികരണം ശരീരത്തിലൂടെ നടക്കുന്നത് നോക്കാം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രത്യേക ശ്വേത രക്താണുക്കളാണ് ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. അപ്പൊ ഈ ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും സഹായത്താലാണ് പ്രാഥമിക ദ്വിതീയ പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രാഥമിക ദ്വിതീയ പ്രതികരണം ഇവയുടെ സഹായത്തിൽ ഉണ്ടാകുന്നത്? ആദ്യ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ശ്വേത രക്താണുക്കളാണ് ഏത്? ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റും. ഇവയുടെ സഹായത്തോടുകൂടിയാണ് പ്രാഥമിക ദ്വിതീയ പ്രതികരണം നടക്കുന്നത്. ഇങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലേക്ക് രോഗകാരികൾ പ്രവേശിക്കും. അങ്ങനെ രക്തത്തിലേക്ക് രോഗകാരികൾ എത്തിച്ചേരുമ്പോൾ അവയുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടിയിട്ട് ബി ലിംഫോസൈറ്റുകൾ മാംസ്യങ്ങളുടെ ഒരു നിര തന്നെ ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ ഇത്തരത്തിലെ മാംസ്യങ്ങളുടെ നിര ഉത്പാദിപ്പിക്കുന്ന ആരാണ്? ബി ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ഈ മാംസ്യങ്ങളുടെ നിര ഉത്പാദിപ്പിക്കുന്നത് അവ മാംസ്യങ്ങൾ പ്രത്യേക പേര് വിളിക്കുന്നത്, അതാണ് പ്രതിദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ആന്റിബോഡീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം എന്താ? ബി ലിംഫോസൈറ്റുകൾ അല്ലെങ്കിൽ പ്രതിദ്രവ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഏത് ശ്വേത രക്താണുക്കൾ? ഏതാണ്? ബി ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ബി ലിംഫോസൈറ്റുകള് മാംസ്യങ്ങളുടെ നിര ഉത്പാദിപ്പിക്കുന്നു, അതിനെയാണ് പ്രതിദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ആന്റിബോഡീസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ടി ലിംഫോസൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞേ. ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്താണ്? അവ ആന്റിബോഡികൾ നിർമ്മിക്കുന്നില്ല, പകരം ബി ലിംഫോസൈറ്റുകളെ ആന്റിബോഡികൾ നിർമ്മിക്കുന്നതിന് സഹായിക്കുകയാണോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? രക്തത്തില് രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ എന്താണ് ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്ന ശ്വേത രക്താണുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബി ലിംഫോസൈറ്റുകളാണ്. അപ്പൊ ബി ലിംഫോസൈറ്റുകൾ എന്ത് ഉത്പാദിപ്പിക്കുന്നു? ആന്റിബോഡീസ് പ്രതിദ്രവ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. മനസ്സിലായോ? ടി ലിംഫോസൈറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇവയെ നിർമ്മിക്കാൻ സഹായിക്കുന്നു, പ്രതിദ്രവ്യങ്ങൾ നിർമ്മിക്കാൻ ബി ലിംഫോസൈറ്റുകളെ സഹായിക്കുന്നതാണ് ടി ലിംഫോസൈറ്റുകളുടെ ധർമ്മം എന്ന് മനസ്സിലാക്കാം. അടുത്ത നോക്കാം, ആന്റിബോഡി നിർമ്മിക്കുന്നു അല്ലേ. ഇപ്പൊ ആന്റിബോഡിയുടെ സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ ഓരോ ആന്റിബോഡി തന്മാത്രയും 4 പെപ്റ്റൈഡ് തന്മാത്രയുണ്ട്. ഓരോ ആന്റിബോഡി തന്മാത്ര എടുത്താലും അതിൽ 4 പെപ്റ്റൈഡ് തന്മാത്രയുണ്ട്. അതില് 2 ഭാരം കൂടി പെപ്റ്റൈഡ് തന്മാത്ര, അതാണ് എന്താണ് ഹെവി ചെയിൻ നടക്കുന്നത്. നീളമുള്ള ഭാരം കൂടി പെപ്റ്റൈഡ് തന്മാത്രയും ഇനി 2 നീളം കുറഞ്ഞ പെപ്റ്റൈഡ് തന്മാത്ര അല്ലെങ്കിൽ ലൈറ്റ് ചെയിനുമാണ്. മനസ്സിലായോ? ഇപ്പൊ ആന്റിബോഡി തന്മാത്ര 4 പെപ്റ്റൈഡ് തന്മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 2 ഭാരം കൂടിയ പെപ്റ്റൈഡ് തന്മാത്രയും 2 ഭാരം കുറഞ്ഞ പെപ്റ്റൈഡ് തന്മാത്രയുമാണ് ഉള്ളത്, ഹെവി ചെയിനും ലൈറ്റ് ചെയിനും. ഇനി നോക്കാം, ഇവിടെ ഒരു ആന്റിബോഡി നമ്മൾ തന്മാത്രയെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ആന്റിബോഡി നിർമ്മിക്കപ്പെടും. ശരീരത്തിൽ പലതരത്തിലുള്ള ആന്റിബോഡി നിർമ്മിക്കപ്പെടുന്നു. ഇനി എന്തൊക്കെയാ ആന്റിബോഡികൾ? ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgA, IgM, IgE, IgG, IgD എന്നിവയാണ് ഇവയിൽ ചിലത്. നമുക്ക് ഓരോ ആന്റിബോഡീസിനെ കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കാം. ഇവിടെ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആന്റിബോഡി ഉത്പാദിപ്പിക്കണമെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആന്റിബോഡികൾ രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ ഇവ ഉളവാക്കുന്ന പ്രതികരണത്തെയാണ് ദ്രവ പ്രതിരക്ഷാ പ്രതികരണം അല്ലെങ്കിൽ ഹ്യൂമോറിയൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ദ്രവ പരിരക്ഷാ പ്രതികരണം എന്ന് പറയുന്നത്?
ആന്റിബോഡി എവിടെയാണ് കാണപ്പെടുന്നത്? രക്തത്തിലാണ് കാണപ്പെടുന്നത് അല്ലെ. ബി ലിംഫോസൈറ്റുകളാണ് ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ രക്തത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രതികരണത്തെ, ആന്റിബോഡി രക്തത്തിൽ കാണപ്പെടുന്ന ഈ പ്രതികരണത്തെ വിളിക്കുന്ന പേരെന്താണ്? ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, അല്ലെങ്കിൽ എന്താണ്? പ്രതിരക്ഷാ പ്രതികരണം. എന്താണ്? പ്രതിരക്ഷാ പ്രതികരണം. അപ്പൊ പ്രതിരക്ഷാ പ്രതികരണം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ആന്റിബോഡികൾ രക്തത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നു? ഈ ഒരു പ്രതികരണത്തെ പ്രതിരക്ഷാ പ്രതികരണം എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് മനസ്സിലാക്കിയത്? പ്രതിരക്ഷാ പ്രതികരണം. പ്രതിരക്ഷാ പ്രതികരണം എന്താണ്? പ്രതിരക്ഷാ പ്രതികരണം അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? കാരണം ഇവിടെ ആന്റിബോഡീസ് ആണ് രക്തത്തില് ഉള്ളത്. ആന്റിബോഡീസ് രക്തത്തിൽ ഉള്ളതാക്കുന്ന ആ പ്രതികരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? പ്രതിരക്ഷാ പ്രതികരണം എന്ന് പറയുന്നത്. പ്രതിരക്ഷാ പ്രതികരണം അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, പ്രധാനമായിട്ട് ആർജിത പ്രദേശത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ രണ്ട് തരത്തിൽ ആർജിത പ്രദേശം മനുഷ്യർക്ക് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു ആർജിത പ്രദേശം ഒന്നാം നമ്മൾ മനസ്സിലാക്കിയത് ആന്റിബോഡികൾ മുഖേന ആർജിത പ്രദേശം. അപ്പൊ മനുഷ്യരിൽ രണ്ടു തരം ആർജിത പ്രതിരോധശേഷിയാണ്. ഒന്ന് ആന്റിബോഡി മുഖേന ഉള്ളത്. രണ്ടാമത് മനസ്സിലാക്കാൻ പോകുന്നത് സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ എന്താണ്? കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം. മനസ്സിലായോ? കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം. മറ്റത് പ്രതിരക്ഷാ പ്രതികരണമാണെങ്കിൽ ഇത് കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണമാണ്. മനസ്സിലായോ? ഒന്ന് ആന്റിബോഡീസ് മുഖേന, അതാണ് പ്രതിരക്ഷാ പ്രതികരണം. ഇവിടെ എന്താണ്? സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണമാണ്. ഇവിടെ ടി ലിംഫോസൈറ്റുകളാണ് ഈ ഒരു പ്രതികരണം ഉളവാക്കുന്നത് മനസ്സിലാക്കാം. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ആ ഒരു അവയവം നമ്മൾ മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മള് എടുക്കുന്ന അവയവത്തെ, അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന അവയവത്തെ ഗ്രാഫ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എടുക്കുന്നത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കലകളുടെ പൊരുത്തവും സ്വീകരിക്കുന്ന ഗ്രാഫ്റ്റ് അവയവത്തിന്റെ കലകളുടെ പൊരുത്തവും രക്തഗ്രൂപ്പുകളുടെ പൊരുത്തവും ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തെ ഇങ്ങോട്ട് സ്വീകരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ മുഖേന ഒരു ഓർഗാൻ, ഒരു അവയവത്തെ ഒരു രോഗി സ്വീകരിക്കുമ്പോഴത്തേക്കും ആ സ്വീകർത്താവ് ജീവിതകാലം മുഴുവൻ പ്രതിരോധ വിമർദ്ദകങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സപ്രസൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. പ്രതിരോധ വിമർദ്ദകങ്ങളാണ് ഇമ്മ്യൂൺ സപ്രസൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം എന്താണ്? ആ രോഗി സ്വീകരിച്ചിരിക്കുന്ന അവയവം എന്ന് പറയുന്നത് ആ രോഗിയുടെ ശരീരത്തിനറിയാം അത് രോഗിയുടെ അല്ല, മറ്റൊരു ആളുടെ ശരീരത്തിൽ നിന്നും എടുത്തില്ല. അപ്പൊ ശരീരത്തിന് ഇത്തരത്തിൽ അവയവങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നതുകൊണ്ട് ആ രോഗി ജീവിതകാലം എന്ത് കഴിക്കേണ്ടി വരുന്നുണ്ട്? ആ പ്രതിരോധ വിമർദ്ദങ്ങൾ ഇമ്മ്യൂൺ സപ്രസൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ കോശ മധ്യവർത്തിയ പ്രതിരക്ഷാ പ്രതികരണമാണ് ഇത്തരത്തിലെ ഗ്രാഫ്റ്റുകളെ തിരസ്കരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മനസ്സിലായി. അപ്പൊ ഗ്രാഫ്റ്റുകൾ തിരസ്കരിക്കുന്ന കാരണമായ പ്രതിരക്ഷാ പ്രതികരണം എന്താണ്? ഗ്രാഫ്റ്റ് മീൻസ് ഇത്തരത്തിലെ ഓർഗാൻ ട്രാൻസ്പ്ലാന്റ് അവയവങ്ങൾ അല്ലെ, അതിൽ ഇത് രോഗിയുടെ ബോഡി അല്ലെങ്കിൽ ശരീരം തിരസ്കരിക്കാനുള്ള കാരണം ഈ കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം കാരണമാണ് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്റിബോഡികൾ മുഖേനയുള്ള പ്രതിരക്ഷാ പ്രതികരണമുണ്ട്, എന്താണ്? കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണമുണ്ട്. അത് ആന്റിബോഡി മുഖേന പ്രതിരക്ഷാ പ്രതികരണം എന്ന് പറഞ്ഞാൽ ബി ലിംഫോസൈറ്റുകളാണ് നടക്കുന്നത്. ടി ലിംഫോസൈറ്റുകളാണ് സെൽ മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം നടക്കുന്നത്. മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ വസ്തുത എന്താണ്? ഇവിടെ എന്താണ്? ഗ്രാഫ്റ്റ് തിരസ്കരണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ശരീരത്തിൽ നിന്ന് ഒരു ഓർഗാനെ ബോഡിയിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ഒരു ഓർഗാൻ അല്ലെങ്കിൽ ആ ഗ്രാഫ്റ്റിനെ തിരസ്കരിക്കാനുള്ള പ്രധാന കാരണം ഈ പറയുന്ന കോശ മധ്യവർത്തിയായ പ്രതിരക്ഷാ പ്രതികരണം കൊണ്ടാണ്. അതുകൊണ്ട് ആ രോഗി ജീവിതകാലം മുഴുവൻ പ്രതിരോധ മർദ്ദകങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സപ്രസൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ നോക്കാം, നമ്മൾ പലതരത്തിലുള്ള ആന്റിബോഡികൾസിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസിനെ കുറിച്ച് പഠിച്ചു. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IgA എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിന്റെ പ്രത്യേകത? രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആന്റിബോഡികൾ കൊളസ്ട്രത്തിൽ അടങ്ങിയിരിക്കും. അപ്പൊ കൊളസ്ട്രത്തിൽ കാണുന്ന ആന്റിബോഡി ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ A. IgA ആണ് രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡി. അതിവിടെ കാണുന്നത് കൊളസ്ട്രത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ കൊളസ്ട്രത്തിൽ കാണുന്ന ആന്റിബോഡി ഏതാണ്? IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണെന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത IgD, നമ്മൾ പറഞ്ഞ ആന്റിബോഡി ധാരാളം ആന്റിബോഡീസ് ശരീരം ഉത്പാദിപ്പിക്കുന്നു പറഞ്ഞേ. അപ്പൊ അതിലൊന്നാണ് IgA. ശരീരത്തില് രക്തത്തില് ആന്റിബോഡികൾ ഉത്പാദിപ്പിക്കുന്നു, പലതരത്തിൽ ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്നു. അത് IgA എന്ന് പറഞ്ഞാൽ കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ്. അതിന് IgD എന്താണ്? അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഈ ആന്റിബോഡികൾ ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നു. എന്താണ്? IgD എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ D എന്ന് പറയുന്ന ആന്റിബോഡികൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എവിടെ കാണപ്പെടുന്നു? ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്നു. എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്?
അപ്പൊ എന്താണ് ബി ലിംഫോസൈറ്റുകളിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ആണ്, ഇമ്മ്യൂണോഗ്ലോബിൻ ഡി ആണ്, IgD ആണ്. ഇനി പഠിക്കേണ്ടത് IgE ആണ്. IgE എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിൻ ആന്റിബോഡികൾ എവിടെ കാണപ്പെടുന്നു നോക്കിയാല് ഈ ആന്റിബോഡി ശ്ലേഷ്മസ്ഥലത്തിലും ത്വക്കിലും ശ്വാസകോശത്തിലുമാണ് കാണപ്പെടുന്നത്. ശ്ലേഷ്മസ്ഥലത്തിലും ത്വക്കിലും ശ്വാസകോശത്തിലും കാണപ്പെടുന്ന ആന്റിബോഡി ഏതാണെന്ന് വെച്ചാൽ IgE ആണ്. ഇനി ഇവിടെ ധർമ്മം എന്താണെന്ന് നോക്കാം. മറ്റു കോശങ്ങളെയും അതുപോലെ ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ച് ഹിസ്റ്റാമിനുകളെയും അതുപോലുള്ള വസ്തുക്കളെയും സ്വതന്ത്രമാക്കി അലർജിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക, അലർജി എന്ന രോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ IgE എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിൻ എന്താ പറയുന്നു, മറ്റു കോശങ്ങളെയും അതുപോലെ തന്നെ ബേസോഫിലുകളെ ഉത്തേജിപ്പിക്കുന്നു. ആ ഉത്തേജിപ്പിച്ച് ഹിസ്റ്റാമിനുകളും അതുപോലെ മറ്റു വസ്തുക്കളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് അലർജിക്കെതിരെയുള്ള രോഗപ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്നു ആണ് പ്രധാനപ്പെട്ട ഈ IgEയുടെ ഇമ്മ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ ആന്റിബോഡിയുടെ ധർമ്മം എന്ന് മനസ്സിലാക്കാം. ഇനി IgG എന്ന് പറഞ്ഞാൽ IgG എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ മാതാവിൽ നിന്ന് പ്ലാസന്റയിലൂടെ നവജാത ശിശുവിലേക്ക് രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണെന്ന് വെച്ചാൽ അത് IgG ആണ്. എന്താണ് IgG ആണ്. അപ്പൊ മാതാപിതാക്കളിൽ നിന്നും പ്ലാസന്റയിലൂടെ നവജാത ശിശുക്കളെ രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡി ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണെന്ന് വെച്ചാൽ IgG ആണ്. മൊത്തം ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്താൽ 75% ഏത് തന്നെയാണ് IgG എന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ആണെന്ന് ഓർത്തോ. ഇത് മൊത്തത്തിൽ ഇമ്മ്യൂണോഗ്ലോബിൻ ഏകദേശം 75% വരുമെന്ന് മനസ്സിലാക്കാം. അത് IgM ആണ്. IgM എന്ന് പറഞ്ഞാൽ IgM എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബിൻ, ആ ഇമ്മ്യൂണോഗ്ലോബിന് എന്ത് ചെയ്യുന്നുണ്ട്, രോഗാണുബാധ ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ തന്നെ ആദ്യമായിട്ട് എത്തിയിട്ട് ബി ലിംഫോസൈറ്റിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. അപ്പൊ IgMന്റെ M എന്ന് പറയുന്നതാണ് ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിക്കുന്ന അവരുടെ ജോലി. എവിടെയെങ്കിലും ഒരു രോഗാണുബാധ ഉണ്ടായാൽ ആ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇമ്മ്യൂണോഗ്ലോബിനുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണെന്ന് ചോദിച്ചാൽ IgM ആണെന്ന് ഓർത്തുവയ്ക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, ആന്റിബോഡീസ്, വ്യത്യസ്ത ആന്റിബോഡീസിനെ കുറിച്ച് നമ്മുടെ ശരീരത്തില് രക്തത്തില് ധാരാളം പലതരത്തിലുള്ള ആന്റിബോഡികൾ ഉണ്ടെന്നില്ല. അപ്പൊ ആന്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബിൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ധർമ്മങ്ങളാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഇമ്മ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ ആന്റിബോഡീസിലെ ഏറ്റവും വലിയ ആന്റിബോഡി ഏതാണെന്ന് വെച്ചാൽ IgM ആണെന്ന് ഓർത്തു വെക്കുക അല്ലെ. ഇനി അതിന്റെ ജോലി എന്താണ്, എവിടെയാണോ രോഗബാധ ഉണ്ടായത് അവിടെ എത്രയും പെട്ടെന്ന് എത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിക്കുന്നു, അതിന്റെ രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നു. ഇനി മാതാവിൽ നിന്നും പ്ലാസന്റയുടെ നവജാത ശിശുവിലേക്ക് എത്തപ്പെടുന്ന രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ്, IgG ആണ് അല്ലെ. മൊത്തം ഇമ്മ്യൂണോഗ്ലോബിനിൽ 75% ഏത് തന്നെയാണ് IgG ആണ്. അടുത്ത ചോദ്യം, ബി ലിംഫോസൈറ്റുകളിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ അല്ലെങ്കിൽ ആന്റിബോഡി ഏതാണെന്ന് വെച്ചാൽ IgD ആണ് അല്ലെ. ഈ ആന്റിബോഡികൾ എവിടെ കാണപ്പെടുന്നു, ബി ലിംഫോസൈറ്റുകൾ. ഇനി ഇവ എന്താ ചെയ്യുന്നത്, അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നു. അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്നതാണ് IgD, ബി ലിംഫോസൈറ്റുകളാണ് കാണപ്പെടുന്നത്. ഇനി ഈ കോശങ്ങളെയും അതുപോലെ തന്നെ ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ചുകൊണ്ട് ഹിസ്റ്റാമിൻസും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളെയും സ്വതന്ത്രമാക്കി അലർജിക്കെതിരെ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്ന മറ്റൊരു ഇമ്മ്യൂണോഗ്ലോബിൻ കൂടെയുണ്ട്. അത് ഏതാണ്, IgE ആണ്. ഇത് എവിടെ കാണപ്പെടുന്നു, ശ്ലേഷ്മസ്ഥലത്തില്, ത്വക്കില് അതുപോലെ തന്നെ ശ്വാസകോശത്തില് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ IgE ആണ് കേട്ടോ, IgE. ഇനി എന്താ മനസ്സിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്മ്യൂണോഗ്ലോബിൻ, കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ്, IgA ആണ്. കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ ഏതാണ്, IgA ആണ്. അപ്പൊ അത്തരത്തില് നമ്മൾ ഇന്ന് ആർജിത പ്രതിരോധശേഷിയെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ മനസ്സിലാക്കി, നമ്മൾ മനസ്സിലാക്കില്ല സ്വാഭാവിക പ്രതിരോധശേഷി അല്ലെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ 4 പ്രതിബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. പിന്നെ എന്താണ് ആർജിത പ്രതിരോധശേഷി അല്ലെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക, പോയിന്റ്സ് ഒക്കെ റീകളക്ട് ചെയ്ത് വെക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗമുള്ള അടുത്ത ക്ലാസ് നിങ്ങൾക്ക് കാണാം. ബൈ ഫ്രം മീ. താങ്ക് യു.